കോഴിക്കോട് വടകരയിൽ കടയിൽ കണ്ടെത്തിയ തലയോട്ടിയും മൃതദേഹാവശിഷ്ടങ്ങളും 2 മാസം മുമ്പ് കാണാതായ കൊയിലാണ്ടി സ്വദേശിയുടേതെന്ന് സൂചന. അസ്ഥികൂടത്തിന് സമീപത്തു നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിലെ സിം നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന്റെ നിഗമനം. പോലീസ് കണ്ടെത്തിയ ഫോൺ 2 മാസമായി സ്വിച്ച്ഡ് ഓഫ് ആണ്. മൃതദേഹ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു വാച്ചും ലഭിച്ചിരുന്നു. സമീപത്ത് നിന്ന് കണ്ടെത്തിയ പാന്റിൽ നിന്നാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. 2 മാസം മുമ്പാണ് കൊയിലാണ്ടി സ്വദേശി ആബിദിനെ കാണാതായത്. കൊയിലാണ്ടി പോലീസിൽ കാണാതായ വിവരം ബന്ധുക്കൾ അറിയിച്ചിരുന്നുവെങ്കിലും പരാതി നൽകിയിരുന്നില്ല. ഇയാൾ ഇടയ്ക്കിടെ സംസ്ഥാനം വിട്ട് മാസങ്ങളോളം മാറി നിൽക്കുന്ന ആളാണെന്നാണ് വിവരം. ഇന്നലെ രാവിലെയാണ് വടകര കുഞ്ഞിപ്പള്ളിയിലെ 1 വർഷത്തിലേറെയായി അടച്ചിട്ട കടമുറിയിൽ നിന്ന് മനുഷ്യന്റെ തലയോട്ടി കണ്ടെടുത്തത്. തലയോട്ടിക്ക് ഏകദേശം 6 മാസത്തിലേറെ പഴക്കമുണ്ട്. പേപ്പർ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്കിടയിലാണ് തലയോട്ടി കണ്ടെത്തിയത്. ദേശീയപാതാ നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനിടയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. 1 വർഷത്തിലേറെയായി അടഞ്ഞുകിടക്കുന്ന കടയുടെ ഷട്ടർ താഴ്ത്തിയിട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തുള്ള ആരും തന്നെ ഈ കടയുടെ പരിസരത്തേക്ക് വരാറുണ്ടായിരുന്നില്ല. സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് 18 വടകര.